എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഒരു ലോങ് വീഡിയോ എടുക്കണത്. കുറേ ദിവസമായിട്ട് നമ്മളിപ്പോൾ ലോങ് വീഡിയോ എടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം സുതപ്പനും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്ക്, പിന്നെ ഞാനും കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായി പോയി. അപ്പം ഇതേ നമ്മൾ ഇന്ന് ഞായറാഴ്ച ദിവസം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളൊന്ന് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്, എന്നോട് പറയാറുണ്ടല്ലോ എപ്പോഴും അപ്പുറം പോയിട്ട് എടുത്തുണ്ടോ ആ വീഡിയോ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ ഞാൻ ഇന്ന് അടുക്കളയിൽ വെച്ചെന്നെ എടുത്തപ്പോൾ എന്നെ പിണങ്ങണായിരുന്നു. അടുക്കളയിൽ വേറൊന്നും അല്ല പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്, തേങ്ങ ചെറിയ തരയത്. നമുക്ക് രണ്ടുപേർക്കും കുറച്ച് ജലദോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അത് കാരണം ചുമച്ചൊക്കെ കാണിച്ചിട്ടുണ്ട്. എന്റെ ജലദോഷമാണെന്നും ചുമയാണെന്നും പറയുന്നു എന്നൊക്കെ കരുതിക്കൊണ്ട്. അപ്പൊ ഷോർട്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അതെ, വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി നമുക്ക് വേണം വീഡിയോ എടുക്കാനായിട്ടൊക്കെ. കുറച്ചധികം തിരക്കുകളും കാര്യങ്ങളും. മുടി വെട്ടി വേറൊരു സ്റ്റൈലില് മുടി മറ്റേത് വെട്ടിയത് ആരും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആരും കാണിക്കാൻ പറ്റിയില്ല. വേറൊരു രീതിയിൽ മാമൻ വെട്ടിയേക്കണ പോലെ തന്നെ ബാക്കിൽ വളർത്തിക്കൊണ്ടുള്ള രീതിയിലൊക്കെ മുടിയൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ബോറായിരുന്നു. അപ്പൊ ഞാനും ശ്രുതിയും കൂടി പറഞ്ഞു ഭയങ്കര ബോറാണ് ശ്രുതി എന്ന് പറഞ്ഞായിരുന്നു. നമുക്കിവിടെ ഉത്സവമാണ് കേട്ടോ. ഇവിടെ കൂട്ടാട് നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണ്. ഇതിന് മുന്നേ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ കൂട്ടാട് അമ്പലം. അപ്പൊ അമ്പലത്തിൽ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ്. ഇന്ന് നമുക്ക് 4ാമത്തെ ദിവസം. അതെ, അതനുബന്ധിച്ച് മുടി വെട്ടി. ഇന്ന് വൈകുന്നേരം വലിയ താലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്നിപ്പോ നമ്മൾ മാത്രമല്ല വീട്ടിൽ, ഇപ്പൊ സുനിച്ചേട്ടൻ ഉച്ചക്ക് വരും, പിന്നെ അമ്മയും കണ്ണനും ശ്രുതിയൊക്കെ വരും. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പൊ അമ്മ വന്നിട്ട് മാങ്ങക്കറി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്, മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സുതപ്പം കുറച്ച് തേങ്ങയൊക്കെ ചിരകി വെച്ചതാണ്. പിന്നെ തുടക്കല് അലക്കല് നമ്മുടെ ഞായറാഴ്ച പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുക്കളയിൽ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സുധ ചിരകി വെച്ചേക്കണ തേങ്ങ, പിന്നെ ഞാൻ മക്രോണി കറി വെക്കാന്ന് കരുതി. സുനിച്ചേട്ടന് മാങ്ങാക്കറിയും പിന്നെ മക്രോണി ഒരു ചിക്കൻ പോലെ കറി വെക്കാന്ന് കരുതിക്കൊണ്ട്. പിന്നെ ബീഫ് നമ്മൾ നേരത്തെ മേടിച്ച് വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അതിന് വന്നിട്ട് നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിക്കൊണ്ട് ഇങ്ങനെ ഞങ്ങൾ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലീനിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇന്നത്തെ ഫുൾ അവരും കൂടി ഉള്ള ഒരു കൊച്ചു വിശേഷങ്ങൾ കാണാം. എല്ലാവരും കൂടി കാണുമ്പോഴല്ലേ എല്ലാവർക്കും സന്തോഷം ഉണ്ടാവുന്നത്. അപ്പൊ ബോറടിക്കണമെന്ന് തോന്നി. ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല കേട്ടോ. ഞങ്ങൾക്ക് തോന്നി ഞങ്ങളെ മാത്രം കാണുമ്പോ നിങ്ങക്ക് ബോറടിച്ചല്ലാന്ന് എല്ലാവരും പറഞ്ഞോട്ടെ. ഞങ്ങളെ മാത്രം കാണുമ്പോ ബോറടിക്കണ്ടെന്ന്. പിന്നെ ഇപ്പൊ കുറേ നമ്മളിപ്പോ ഫീൽഡ് പോകുമ്പോ ഒക്കെ നമ്മള് കുറെ ഫ്രണ്ട്സിനെയൊക്കെ കാണാറുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം. വന്നിട്ട് വർത്താനം പറയും, തക്കു വീഡിയോസ് ഒക്കെ കാണാറുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനുള്ളൊരു ഷോർട്സിലോട്ട് മാറും. ഷോർട്സ് ഇപ്പൊ എടുത്ത് തുടങ്ങിയതിന് ശേഷം എല്ലാ ദിവസവും ഒന്നും സംസാരിക്കണ്ട, ഫോണും പിടിച്ചിട്ട് നടന്നാ മാത്രം അത് കഴിഞ്ഞ് പിന്നെ വോയിസ് കൊടുത്താ മതി. ചുമയായിപ്പോയി. അപ്പൊ നമുക്കിനി എന്തായാലും അവരും കൂടി വന്നിട്ട് കാണാം. ഞാനപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാങ്ങ ജ്യൂസ് അടിച്ചു വെച്ചിട്ടുണ്ട്. ശ്രുതിക്ക് ഷുഗറിന്റെ കുറച്ച് പ്രശ്നമുള്ളതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ കായവർത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അവരും കൂടി വന്നിട്ട് സുനിച്ചേട്ടനും ഉച്ചക്ക് വരും. അപ്പം നമ്മുടെ ഇന്നത്തെ ഉത്സവ വിശേഷങ്ങളും നമ്മുടെ ഞായറാഴ്ച വിശേഷങ്ങളും നമുക്ക് കാണാം. അങ്ങനെ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇവിടെ ആരും വന്നിട്ടില്ല. അമ്മയും കണ്ണനും ശ്രുതിയൊക്കെ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു കുറേ മുമ്പ്. രാവിലെ വിളിച്ചപ്പോൾ 9 മണിയായപ്പോൾ വേഗം വരാമോ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ വന്നിട്ടില്ല. അപ്പം ഞാൻ അവർ വരട്ടെ എന്ന് ഓർത്ത് പയ്യെ ഞാനൊരു കൂട്ടങ്ങൾ ഇങ്ങനെ ചെയ്തു തുടങ്ങിയെന്നു വെച്ചാൽ വരണമെങ്കിൽ എല്ലാവരും കൂടി നമുക്കൊരു രസമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അതെല്ലാം ഞാനിപ്പോൾ പയ്യെ ചെയ്ത് ഒരേ കൂട്ടങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. എന്നാലും ഞാൻ അമ്മക്ക് വേണ്ടി ഒരു കൂട്ടം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു എന്ന് വിചാരിച്ചാണ്ട് ഈ പയ്യെ ചെയ്തത്, പക്ഷെ എത്തിയില്ല. എന്തൊക്കെ ഓക്കെ. നമ്മുടെ ശ്രുതിക്കുട്ടിക്ക് വേണ്ടിയിട്ട് ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെ എരിവൊക്കെ കുറച്ചിട്ട് ഉള്ളൊരു ചെറിയൊരു ചിക്കൻ കറി. ചിക്കൻ കണ്ണം വരുമ്പോൾ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായി. ഇവിടെ കുറച്ച് ചിക്കൻ ഇരുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അമ്മയ്ക്ക് വേണ്ടി ഇതേ മാമ്പഴപ്പുളിശ്ശേരി ചെയ്യാൻ വേണ്ടിയിട്ട് മാങ്ങയൊക്കെ കഴുകി പാത്രമൊക്കെ റെഡിയാക്കി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയും അരച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ നമ്മുടെ സുനിച്ചേട്ടന് വേണ്ടിയിട്ട് മക്രോണി ഒരു കുഞ്ഞ് ഗ്രേവി ആയിട്ട് കറി വെച്ചിട്ടുണ്ട് കേട്ടോ. വറുത്തിട്ടൊക്കെ കറി വെച്ചതാണ്. പിന്നെ നമ്മൾ പപ്പടം വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്പെഷ്യൽ ബീഫ് കറിയും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോറാണെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഇന്നത്തെ ചോറും പാത്രം. ചോറ് ഞാൻ അപ്പുറത്തെ അമ്മയുടെ അടുപ്പിൽ ചോറൊക്കെ വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചോറ് ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് തന്നെ. ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കട്ട വെയിറ്റിങ്ങിലാണ്. ഞാൻ സുധു വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അമ്മ എപ്പോൾ വരുമോ? ഇവിടെ ഞാൻ കൈ തുടക്കാൻ വേണ്ടി ഒരു തുണി എടുത്തിട്ടുണ്ട്. അതിപ്പോൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ സുധുവും കൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സമയം ഇപ്പോൾ ഏകദേശം 1:30 മണിയായിട്ടുണ്ട്. സുധുവേ
സുതപ്പന അവിടെ കെട്ടെന്ന് കാണുന്നുണ്ട്. ഞാനാണെങ്കിൽ എൻ്റെ കണ്ണും ഫുൾ എപ്പോഴും പുറത്തോട്ടാണ്. ഇപ്പം അമ്മയൊക്കെ വരും, ഇപ്പം അമ്മയൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട്, പക്ഷേ കാണുന്നില്ല. ഞാനിങ്ങനെ ആ വഴിയിലോട്ട് ഇങ്ങനെ ഇടക്കിടക്ക് വന്ന് നോക്കും, പക്ഷേ വരുന്നില്ല. എന്തായാലും അമ്മയൊക്കെ വരുമ്പോൾ കാണിച്ചു തരാം. ബാക്കി പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി മോരറിയും കൂടി വെച്ചാൽ മതി. മോരറി, മാമ്പഴ പുളിശ്ശേരിയും കൂടി അമ്മ വന്നിട്ട് വെക്കട്ടെ. എല്ലാം റെഡിയാക്കി വെച്ചേക്കാൻ കേട്ടാ. ഇനിയിപ്പോൾ വിളിച്ച് നോക്കാമെന്ന് കരുതിയിട്ട് ഞാൻ ഓർത്ത് വരട്ടെ എന്നോർത്ത് ഇങ്ങനെ ഇരിക്കണേണ്. കുറച്ച് നേരം കഴിഞ്ഞിട്ട് വിളിച്ച് നോക്കാം. പണിയൊക്കെ തീർത്ത് വെച്ച് അവർ വരുമ്പോൾ ഒരു രസമാണല്ലോ. ഞാൻ പിന്നെ ഓർത്ത് എല്ലാവരും കൂടി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് പണി എടുക്കാമെന്ന് കരുതി. പിന്നെ ഓർത്ത് വർത്താനം പറഞ്ഞിരിക്കാമല്ലോ ഓർത്ത് പയ്യെ ഇങ്ങോട്ട് ചെയ്ത് തീർന്ന് കാത്തിരിക്കാം. അങ്ങനെ കാത്തിരുന്ന് കണ്ണനും അമ്മയും ശ്രുതിയും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ണനാണെങ്കിൽ ഭയങ്കര ഒരു ആഗ്രഹം ചിക്കൻ വറുത്തത് കഴിക്കണമെന്ന്. അപ്പോൾ അവനാണെങ്കിൽ ചിക്കൻ മേടിച്ചിട്ടാണ് വന്നത്. അപ്പോൾ വേഗം തന്നെ അവൻ ചിക്കനൊക്കെ കഴുകി വറുക്കാനൊക്കെ റെഡിയാക്കണ്ട കേട്ടോ. അപ്പോൾ ആ സൈഡിൽ കൂടി ഞാൻ വേഗം അവന് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജ്യൂസൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ സെറ്റ് ചെയ്ത് സുനിച്ചേട്ടന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കേണ്ട. ചേട്ടൻ എപ്പോൾ വരും എന്ന് ഓർത്തിട്ട് വിളിച്ച് നോക്കിയപ്പോൾ എടുക്കണില്ല. അപ്പോൾ ഇപ്പം തന്നെ വരുമെന്നൊക്കെ കഴിഞ്ഞ് സുനിച്ചേട്ടനൊക്കെ വന്നതിന് ശേഷമുള്ളൊരു അതില്ലേ ഗൈസ്, എല്ലാവരും വിചാരിക്കും കണ്ണനൻ, എല്ലാവരും വിചാരിക്കും ഇപ്പൊ എന്താണ് സംഭവം, ഇങ്ങനെ കണ്ണൻ എന്താണ് ഇപ്പൊ ഇരുന്ന് ഇങ്ങനെ പാട്ടൊക്കെ പാടണേന്ന് വിചാരിക്കും. അമ്മ എവിടെയാണ് പോകാൻ പോണെന്ന് പറഞ്ഞാണ് ഭജൻസ് കാണാൻ പോണേണ്. അപ്പൊ അമ്മയോട് പറയണേ എന്തിനാണ് പോണത്, ഞാനിരുന്ന് പാടിത്തരൂലേ. അതെ, ഇവിടെ എല്ലാവരും ഇരിക്കണ്ടോ. ഞങ്ങള് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് സുനിച്ചേട്ടൻ കുറച്ച് ലേറ്റായി, എന്നാലും ഭക്ഷണമൊക്കെ കഴിച്ച്. മോരറി എങ്ങനെ ഉണ്ടായിരുന്നു? മാങ്ങാക്കറി, മാമ്പഴ പുളിശ്ശേരി സൂപ്പർ എന്ന് പറയാൻ. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നല്ല വർത്താനം പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അമ്മയാണെങ്കിൽ അപ്പൊ ഭജന കേൾക്കാൻ വേണ്ടി പോകാൻ പോണേ കേട്ടോ. ഓക്കെ, ചിലപ്പോ ചോദിക്കാതെ അവിടെ ആളെടുക്കണ്ടേ. മാമനെ ട്രോളുന്നൊരു പിന്നെ അതെ അതെ കണ്ണട ഒക്കെ നമുക്ക് പരിപാടിയില്ല. അപ്പൊ ഞാൻ മമ്മൂട്ടി സുധുവിന്റെ ശ്രുതി നിനക്ക് എന്തായാലും പറയാനുണ്ടാടി, നേരത്തെ പറഞ്ഞത് കണ്ണ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കണെന്നാണ്. നിനക്ക് അമ്മനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? മാച്ചാവണ്ടട്ടാ. അതെ, നല്ല അടിപൊളി സൂപ്പർ. അപ്പൊ നമുക്ക് പിന്നെ കാണാല്ലേ. അങ്ങനെ സുതപ്പൻ മാമനെ ട്രോളലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ചധികം നേരം റെസ്റ്റൊക്കെ എടുത്തിട്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുധു ഉത്സവപ്പാടത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അമ്മയും കണ്ണനാണെങ്കിൽ അമ്മ ഭജനയ്ക്ക് പോയി, കണ്ണനാണെങ്കിൽ ഒന്ന് കറങ്ങാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പുറത്തേക്കും പോയിട്ടാ. അപ്പോൾ അതിന് ശേഷം ഞാനും ശ്രുതിയും സുനിച്ചേട്ടനും കുറച്ച് നേരമൊക്കെ കിടന്നുറങ്ങി. സുനിച്ചേട്ടൻ കിടന്നുറങ്ങി. ഞങ്ങൾ രണ്ടുപേരും ആണെങ്കിൽ വർത്താനം പറഞ്ഞിട്ട് തീരൂലല്ലോ, അങ്ങോട്ട് വർത്താനം വരുന്നിട്ടാ. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കാവടി കാണാനായിട്ട്, കാവടി മേളമൊക്കെ കാണാനായിട്ട് താലമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ അമ്പലത്തിൽ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പള്ളിപ്പടിക്ക് വന്ന് നിൽക്കണേട്ടാ. പള്ളിപ്പടിക്ക് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ താലം എടുക്കുമ്പോൾ നമുക്ക് വെള്ളമൊക്കെ നമ്മുടെ പള്ളിയിൽ നിന്നാണ് കേട്ടോ വെള്ളവും കാര്യങ്ങളൊക്കെ തരണത്. അങ്ങനെ പള്ളിയിൽ നിന്ന് അവിടുത്തെ സംഘാടകരൊക്കെ വെള്ളവും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും കൊടുക്കണൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് കാവടി കാര്യങ്ങളൊക്കെ ഇങ്ങനെ സുനിച്ചേട്ടൻ വീഡിയോ ഒക്കെ എടുത്ത് തന്നെ ഉണ്ടായിരുന്നു. താലവും മേളവും കാവടിയും എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു കേട്ടോ. താലെടുക്കാൻ ഞാനും പോകാറുണ്ട് കേട്ടോ എല്ലാ വർഷവും. ഈ പ്രാവശ്യം എനിക്ക് പോകാൻ പറ്റിയില്ല. എന്നാലും ഞാൻ നിന്ന് നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ച് അവരുടെ അടുത്തൊക്കെ പോയി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോന്നിട്ട്. അപ്പോഴേക്കും അമ്മയും വന്ന്
താലം കഴിഞ്ഞപ്പോഴേക്കും അമ്മയും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ. ശ്രുതിക്ക് വന്നപ്പോൾ തന്നെ നമ്മൾ ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു, കാരണം അവൾക്ക് വിശക്കുമല്ലാന്ന് ഓർത്ത് നേരത്തെ കൊടുത്തിട്ടുണ്ടായി. അത് കഴിഞ്ഞ് ശേഷം കുറച്ച് സമയം അവർ ഇവിടെ കിടന്നൊക്കെ ഉറങ്ങിയതിന് ശേഷം നിൽക്കാറില്ല കേട്ടോ. എപ്പോഴും രാത്രി ആയാലും വീട്ടിലോട്ട് പോകും. പിന്നെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോകണ്ടല്ലോ, അമ്മക്ക് ജോലിക്ക് പോകേണ്ടതല്ലേ. അങ്ങനെ കുറച്ച് സമയം കിടന്നുറങ്ങിയതിനൊക്കെ ശേഷം അവർ രാത്രി ആയപ്പോഴേക്കും പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതിനെ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കണേണ്. ശ്രുതി കുറച്ച് നേരം കിടന്നുറങ്ങിയ കാരണം അവൾ ഇവിടെയാണോ അവിടെയാണോ എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് എന്തായാലും അവർ റോഡ് വരെ ആക്കി കൊടുക്കാമെന്ന് ഓർത്ത്. അപ്പോൾ സുനിച്ചേട്ടനാണെങ്കിലും വണ്ടിയൊക്കെ മൂടാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നിട്ടും വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ സുനിച്ചേട്ടൻ പറയുന്നതായിരുന്നു, വർത്താനം പറഞ്ഞ് തീരെ ഉള്ളല്ലേ, എല്ലാവരും കൂടി ഉള്ളപ്പോൾ ഭയങ്കര രസമുള്ള എന്നൊക്കെ പറഞ്ഞ് ഞാൻ സുധപ്പന് ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് ഞാനും പോണേന് ഇവരുടെ കൂടെ എന്നൊക്കെ പറയുന്നത്. വായട്ടാ നമുക്കും പോവാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോവേണ്ട. അപ്പോൾ നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ.